പരിപാടി ആയിട്ട് നമ്മളെ ക്ലാസ് ഇരുത്തി പഠിപ്പിച്ച മിസ്സിനോട് നമുക്ക് ചോദിക്കാം. നിന്റെ പണി എന്തോ ഇന്ന്? വലിയ വേണ്ടടാ. നമ്മുടെ ചോറും പരിപ്പൊക്കെ വന്നിട്ടുണ്ട്. നീ എന്ത് ഫസ്റ്റ് ഇന്ന് പന്തിക്ക് ഇരുന്നോ? നീ വല്ല ഫുഡൊക്കെ ഉണ്ടോ? വല്ലപ്പോഴൊക്കെ പണി എടുക്കണം കേട്ടോ. പക്ഷേ ഫുഡ് എങ്ങനെ ഉണ്ട്? ഫുഡുള്ള നമ്മുടെ ഫുഡ് എങ്ങനെ ഉണ്ട്? ഓ കൊള്ളാമല്ലോ. കാണാത്ത പിള്ളേരെ പണിയെടുത്തോണ്ട് അസ്ലാമൊന്നും വിശാലൊക്കെ വൻ പണിയില്ലാട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടാണ്. ഇടിച്ച് അന്തം വെട്ടിക്കുന്ന പോലെ അതിനെ കഴിച്ചുകൊണ്ട് തുടങ്ങാം. ഗൈസ് അങ്ങനെ നമ്മൾ അടുത്ത ഒരു ഓണം കൂടാൻ വേണ്ടി പോവാണ്. അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓണം ഇല്ല രാജാ. ഗൈസ് നമ്മളങ്ങനെ ഈ ഫുഡ് കഴിക്കാനുള്ള പ്ലാനിങ് ആണ്. നമ്മൾ ആദ്യത്തെ ഓണത്തിനകത്ത് നമ്മൾ ഫുഡ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നോർമലി സദ്യ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഈ വട്ടം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഭാഗം നമ്മൾ സദ്യ ഉണ്ട് ഇല്ല രാജാ. എങ്ങനെയുണ്ട്? സദ്യ കഴിക്കാൻ പോയില്ല നമ്മൾ. ഓക്കെ ഗൈസ് നമ്മൾ സദ്യ കഴിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പോയി നോക്കാം. എന്തൊക്കെ ഫുഡുണ്ടെന്ന് നോക്കാം. പൈസ കഴിച്ചിട്ട് ഒരു ഓണം വൈബ് ആക്കാം നമുക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് അടിച്ചു വിളിക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സദ്യ. എല്ലാം താഴെ ഇരുന്നാണ് കഴിക്കുന്നത് കേട്ടോ. ഒരു ഓണം വൈബ് കിട്ടാൻ വേണ്ടിയില്ലടാ. ഒരു ഓണം വൈബ് എങ്ങനെയുണ്ട്? എല്ലാം പേടിച്ച് അന്തം വെട്ടിക്കുന്ന പോലെ ഉണ്ടല്ലോടാ ഫുഡ് കണ്ടിട്ട്. ഗൈസ് അവിടെ കുറച്ച് ഇരുന്ന് നമുക്ക് ഇരുന്ന് കഴിച്ചാലോ? എങ്ങനെയുണ്ട്? അതുകൊണ്ട് അവിടെ ഇരുന്ന് കഴിക്കാണ്ട് അവിടെ ആണോ? പിന്നെ നമ്മുടെ അവിടെ HOD മിസ് ഉണ്ട്, അഡ്വൈസറി മിസ് ഉണ്ട്, നമ്മുടെ സിന്ധു മിസ് ഉണ്ട്. പിന്നെ നമ്മുടെ വിശാലൊക്കെ വൻ പണിയില്ല കേട്ടോ. വിശാലും ടീമൊക്കെ ആണെന്ന് കുറച്ചുകൂടെ ഒന്ന് ഒരു ഇതായിട്ട് നിൽക്കുന്നില്ലതാ. വേറെ ആരും അങ്ങനെ നിൽക്കുന്നില്ല എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മുടെ അഭിനയൊക്കെ ഉണ്ട് അവിടെ കുറേ ഇപ്പോൾ ഉണ്ട്. എല്ലാവരും വർക്കിലാണ്, എല്ലാവരും പണിയാണ്. നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് നടക്കാനുള്ള പ്ലാൻ മാത്രമേ ഉള്ളില്ലയോ ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടാണ്. സാറന്മാരെല്ലാം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ. ഗൈസ് നമ്മുടെ എല്ലാവരും എല്ലാവരും പണിയിലാണ് കേട്ടോ. അവിടെ ജെറിയൊക്കെ ആണെങ്കിൽ ബോട്ടിലൊക്കെ എടുത്ത് പണിയിലാട്ടോ. എന്ത് പണി എന്റെ പൊന്നളിയ. ഇതുവരെ കാണാത്ത പിള്ളേരെ പണിയെടുത്തോണ്ട്. അസ്ലാമൊന്നും പണിയെടുക്കാത്ത ഇവൻ പണിയെടുക്കാനൊക്കെ. ഓ അതുകൊണ്ട് പണിയെടുക്കുന്നില്ലയോ? പണിക്കറല്ല കണ്ടോണ്ടിരിക്കുന്നു. പണിക്കറെ ഫുഡ് കഴിച്ചോടാ. അതെന്തുവാ അവിടെ ഇല്ലടേ ഇവിടെ. അപ്പൊ പണിക്കറ് ഒരു വൈബിൽ നിൽക്കല്ലോ തോന്നുന്നു. പണിക്കറ് വീട് കണ്ടാ ഓടുന്ന ആളാട്ടോ. എടാ ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചോ? എന്നെ വെയിറ്റ് ചെയ്തോ? ഓ നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കും അല്ലേ? ഇതു ഒരുമിച്ച് ഫുഡ് കഴിക്കാം അല്ലയോ? എന്ത് വിളമ്പാൻ നിൽക്കുക മാതിരി? വിളമ്പിയോ? നീ എന്താ വിളമ്പിയെ? ഫുഡ് എങ്ങനെ ഉണ്ട്? കൊള്ളാം, ഫുഡ് കൊള്ളാം. പിന്നെ മണത്ത് നീ അറിഞ്ഞോ? മണത്ത് ഫുഡ് അറിയുന്ന ടീംസ് കേട്ടോ. കുറച്ച് പേര് ഫുഡ് കഴിക്കുന്നുണ്ട്. സോ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ. ഒന്നാമത്തെ അറിയാം ഇതാണ് ഡിപ്പാർട്ട്മെന്റ് ഓണം. ഫുഡ് എങ്ങനെ റസ്മല്ലേ? ഞാൻ പറഞ്ഞില്ല, ഞാൻ ടേസ്റ്റ് ചെയ്തില്ല. ഞാൻ ടേസ്റ്റ് ചെയ്തില്ലല്ലോ. ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം. അല്ല ഈ ഫുഡ് എങ്ങനെയുണ്ട്? നമ്മുടെ ഫുഡ് എങ്ങനെയുണ്ട്? ഓ കൊള്ളാലോ. ഓക്കെ അത് കഴിക്കും. മിസ്സുമാരെ പരിചയപ്പെടാം ഗൈസ്. മിസ്സേ ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് കൊള്ളാവോ? എങ്ങനെയുണ്ടായിരുന്നു? പുളിയാണോ? മിസ്സേ ഞങ്ങള് ഫൈനൽ ഇപ്പം മിസ്സിന് ഒരു പ്രത്യേകം എന്ത് ഈ പിള്ളേരെ കണ്ടിട്ട് തോന്നിയിട്ടുള്ളത്? നല്ല പിള്ളേർ എന്നുവെച്ചാൽ എന്ത് മിസ് കുറെ പഠിപ്പിച്ചിട്ടുള്ളതാണല്ലോ. എന്നാലും ഒരു യുണീക്കായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടല്ലോ ഉണ്ടോ? നല്ല പിള്ളേരാണ് അങ്ങനെ പറയണത് മിസ്സേ. വീഡിയോയിൽ വന്നോണ്ടല്ലോ മിസ് അങ്ങനെ പറയുന്നത്. മിസ്സേ ഫുഡ് എങ്ങനെയുണ്ട്? ഉള്ളോ? മിസ്സേ നമ്മുടെ ഓണപരിപാടി ആയിട്ട് നമ്മളെ ക്ലാസ് ഇരുത്തി പഠിപ്പിച്ച മിസ്സിനോട് നമുക്ക് ചോദിക്കാം. മിസ്സേ ഫുഡ് എങ്ങനെയുണ്ട്? മിസ്സേ ഫുഡ് കൊള്ളാമില്ലയോ? വയറ് മിസ്സേ ഫുഡ് കഴിച്ചോ? ഓക്കെ കാര്യമില്ല ഗൈസ്. നമ്മുടെ കൂടെ പിന്നെ HOD മിസ് ഉണ്ട്. അവിടെ നമ്മുടെ അരുവിന്ദ് നീ പണിയൊക്കെ എടുക്കാറുണ്ടോ? നീ വല്ലപ്പോഴൊക്കെ പണി എടുക്കണം കേട്ടോ. ഓക്കെ എടാ നീ എന്ത് ഫസ്റ്റ് പന്തിക്ക് ഇരുന്നോ? നീ മൂന്നാമത്തെയോ? എന്നാ കൊള്ളാം, നമ്മളെ വിളിക്കാതെ കയറി ഇരുന്നല്ലോ അല്ലയോ? ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് കൊള്ളാവോ? ആ കഴിക്കാം. ഓക്കെ ആനന്ദം അങ്ങ് നേരത്തെ കയറി ഇരുന്നല്ലാണോ? ആരിഫൊക്കെ വൻ പണിയില്ലാട്ടോ. നിന്റെ പണി എന്തോ ഇന്ന്? ചോറുമ്പലാണോ? ഓ അങ്ങനെ കണ്ടില്ലയോ? ഇതൊക്കെയാണ് ഫുഡ്. പണിയിലാണോ? ഞാൻ 2 ചിപ്സ് തന്നെടാ. നമ്മുടെ ടേസ്റ്റ് നോക്കട്ടെ. ചിപ്സ് എങ്കിലും കഴിച്ച് ഇറക്കട്ടെ. അവിയല്
ഇതിൽ ഐറ്റംസ് ഉണ്ടോ? സംഭവം കൊള്ളാം, ഇത് കൊള്ളാം. അല്ല ഫുഡൊക്കെ ഉണ്ടോ? കൊള്ളോ? ഇങ്ങനെയുണ്ടോ അല്ലേ? ജിത്തു നമ്മളെ വിളിക്കാതെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയോ? കൊള്ളാം. നമ്മളെ വിളിച്ചോ ഇനി? ഇല്ലല്ലോ. ആ കഴിക്ക്. ഒളിഞ്ഞിരുന്ന് ഡോസ് കഴിക്കുന്നുണ്ട്, ആറ്റിറ്റ്യൂഡ് ഇട്ട് കഴിക്കുന്നുണ്ട്. ക്യാമറയിലേക്ക് ഒന്ന് നോക്കിയാൽ ഹായ് പറയായിരുന്നു. ആ ഓക്കെ. നമ്മുടെ സിന്ധു മിസ് സാർമാരൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്. ഓക്കെ പീസ് നമുക്ക് അങ്ങനെ ഇല വന്നിട്ടുണ്ട്. പീസ് അങ്ങനെ നമ്മളെ ഇലയൊക്കെ വന്ന് പക്ഷേ ഫുഡ് കഴിക്കില്ല നമ്മള്. ഓണസദ്യ, ആദ്യത്തെ ഓണസദ്യ ഇല്ലേ നമ്മളെ? ആദ്യത്തെ ഓണസദ്യ അത് നമ്മുടെ കോളേജിൽ നിന്നില്ല, അവസാനത്തെയും ഇല്ലടാ, അവസാനത്തെ കോളേജിലെ സദ്യയാണിത്. ചാറ് വിളമ്പി. എന്തുവാ ഇത്? രണ്ടെണ്ണം ഉള്ളു. വെക്ക്. വലിയ വേണ്ടടാ. വേണ്ടേ? ഓക്കെ എത്ര പറഞ്ഞാൽ ഞാൻ വെജിറ്റബിൾ കഴിക്കത്തില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ടാണ് നമ്മൾ വെജിറ്റബിൾ വാങ്ങാത്തത്. ആവശ്യമുള്ളത് വാങ്ങിയതല്ലോ, അല്ലാതെ ആവശ്യമില്ല നമ്മൾ വാങ്ങിയിട്ട് കളയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. നമുക്ക് പപ്പടമൊക്കെ ഉണ്ട്, പിന്നെ പരിപ്പും പപ്പടമൊക്കെ ആയിട്ട് അടുത്ത് കൂട്ടില്ല ആവശ്യമേ. അത്രേ ഉള്ളൂ. നമ്മൾ വേറെ കറിയൊന്നും ഇല്ലാതെ നമ്മൾ 2 പപ്പടം വാങ്ങി. പരിപ്പും പപ്പടവും സംഭവം കഴിക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. വേറെ കറിയൊന്നും വാങ്ങിയില്ല. കറി നമ്മൾ വാങ്ങി വേസ്റ്റ് ആക്കുന്നില്ല. പീസ് അങ്ങനെ നമ്മുടെ ചോറും പരിപ്പൊക്കെ വന്നിട്ടുണ്ട്. ചോറും പപ്പടവും ആയിട്ട് നമുക്ക് കുഴച്ച് കഴിഞ്ഞാൽ മതിയായി. ഇരുന്ന് വെച്ചൂടായോ? രാജൻ എപ്പോ ഇരുന്നത്? നമ്മളൊക്കെ അപ്പുറത്തിരുന്നത്. എപ്പോഴും നമ്മള് കൈ കഴിയാണ്ട് ഇവിടെ എത്തി. രണ്ടാമത്തെ പന്തിയാണോ അല്ലേ? ആ നമുക്ക് ഗെയിംസ് കളിക്കണ്ടേ? നമുക്ക് ആ അതെ കഴിക്കും. എല്ലാരും പോയിട്ട് 3 രൂപ പഠിപ്പിക്കും. അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. കുറച്ച് റെസ്റ്റിലാണ്. നമ്മള് സദ്യ കഴിച്ചു കഴിയുമ്പോൾ ചെറിയ ഉറക്കമൊക്കെ വരുന്നുണ്ട്. എന്താണെന്ന് അറിയാം, സദ്യയുടെ ആ ഒരു പവർ, ആ ഒരു ഇത് ഫുഡ് കഴിക്കുമ്പോൾ ചെറിയ ഉറക്കമൊക്കെ വരുമല്ലോ. സോ നമ്മൾ ചെറിയ ഉറക്കമൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 മണിക്ക് 3 മണിക്കാണ് നമുക്ക് ഗെയിംസ് ഉണ്ട് കേട്ടോ. തവളച്ചാട്ടം, പിന്നെ കസേര കളി, അങ്ങനെ കുറച്ച് എന്തോ ഗെയിംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അന്നേരം നോക്കാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ഇവിടെ എല്ലാവരും ഒരുമിച്ച് നിന്ന് വിളമ്പി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ പേര് ഇതിനു വേണ്ടി മാത്രം കുറേ പേര് നിന്നിട്ടുമുണ്ട്. നമ്മുടെ പ്രോഗ്രാം നല്ലപോലെ സെലിബ്രേറ്റ് ചെയ്യാനും കളറാക്കാനും. അതുപോലെ തന്നെ മിസ്സുമാരും HOD മിസ്സും എല്ലാം ഒരുമിച്ച് EEE ഡിപ്പാർട്ട്മെന്റ് ഒരുമിച്ച് നിന്നാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം. ഇങ്ങനെ ആദ്യമായിട്ടാണ് കോളേജിൽ ഇങ്ങനെ സദ്യയൊക്കെ ഇവിടെ ഇരുന്ന് കഴിക്കുന്നതും. അതുപോലെ തന്നെ വേറൊരു വൈബില് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഫൈനൽ ഇയർ ആണ്, നമ്മൾ കഴിയാറായി. ലാസ്റ്റ് ഒരുമിച്ച് ഇരുന്ന് ഫുഡ് കഴിച്ചു പിരിയാം എന്നുള്ള ഇതിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തത്. അതും നമ്മൾ ഫൈനൽ ഇയർ അല്ലേ, നമ്മൾ ഒരുമിച്ച് ഇതുപോലെ ഒന്നും അങ്ങനെ എൻജോയ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ IV അതുപോലെ തന്നെ നമ്മൾ എൻജോയ് ചെയ്തിട്ടില്ല. സോ നമുക്ക് ഇനി വരാൻ പോകുന്ന IV വെച്ചാൽ ഓൾ ഇന്ത്യ IV ആയിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ ഒന്നും ഞങ്ങൾ പോയിട്ടില്ല. സോ അതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്ത് എൻജോയ് ചെയ്ത് ഉള്ള നിമിഷങ്ങളൊക്കെ കുറച്ച് ഒന്ന് സെലിബ്രേറ്റ് ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് ഹാപ്പി ആയിട്ട് പോകാനുള്ള പ്ലാനിങ് ആണ്. സോ ഇനി കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ട്. ഗെയിംസിലേക്ക് നമുക്ക് അടുത്തൊരു വീഡിയോയിലൊക്കെ ഞാൻ വരാം. അത് നമുക്ക് അങ്ങോട്ട് വരാം. സംഭവം ഫുഡൊക്കെ ഒരുവിധം കളറായിരുന്നു കേട്ടോ. എനിക്ക് ഒരുവിധം ഇഷ്ടപ്പെട്ടു. സീനൊന്നുമില്ല. കുറച്ച് ബുദ്ധിമുട്ട് വെച്ചാൽ എനിക്ക് തറയിൽ ഇരുന്ന് കഴിച്ചതിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ കാണിച്ചു തന്നല്ലോ. ഞാൻ അവിടെ കസേരയിൽ ഇരുന്ന് കഴിക്കേണ്ട എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നു. സോ അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കൊള്ളായിരുന്നു. ബാക്കി പരിപാടിയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ.